നമ്മൾ ചെയ്ത കുറച്ച് കേക്കുകളുടെ വർക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സ്പെഷ്യൽ കേക്കാട്ടോ. നമ്മൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ വിചാരിക്കും പാവപ്പെട്ടോളിൻ്റെ കേക്കാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പാവപ്പെട്ടോളൊന്നും അല്ല, നമ്മൾ ഒറിജിനൽ പപ്പിക്കുട്ടികൾക്ക് വേണ്ടി ചെയ്ത കേക്കാട്ടോ. കേക്കിന് ഓർഡർ തന്നത് ഗ്രീഷ്മയായിരുന്നു. അപ്പോൾ ആൾ സത്യത്തിൽ ഈ ഒരു കേക്കിന് വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചാൽ ചുമ്മാ വെറുതെ പറയുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, ആൾക്ക് കുറേ ഡോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 പേരുടെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ 2 ചെറിയ നമ്മുടെ പാവപ്പെട്ടോളിലെ പട്ടിക്കുട്ടിയുടെ പിക്കും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ജെസ്സി ചേച്ചിയായിരുന്നു കേട്ടോ. മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്നൊരു ഓർഡറായിരുന്നു. പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് തന്നെ നമുക്ക് കുറച്ച് കേക്കുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം എല്ലാ കേക്കുകളുടെയും ഡിസൈന് ഒരേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വിഷ്ണു ആയിരുന്നു കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് ഹരിക്കുട്ടണ്ണനായിരുന്നു കേട്ടോ ഓർഡർ തന്നത്. അതും വളരെ ലേറ്റായിട്ട് വന്നൊരു ഓർഡറായിരുന്നു. എങ്കിലും നമ്മൾ രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അക്ഷയായിരുന്നു കേട്ടോ ഓർഡർ തന്നത്. 1 kg സ്പാനിഷ് ഡെലിവറി കേക്കായിരുന്നു. ആൾ തന്നെ നമുക്ക് മോഡലിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്കിന് ഓർഡർ തന്നത് ആര്യായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സ്പൈഡർമാൻ തീം പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ആ ഒരു മോഡലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേക്ക് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ഏട്ടനും കൂടെ ആട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ സ്പോട്ടിലായിട്ട് നമുക്ക് ഓരോരോ കേക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്തായിരുന്നു പോയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെല്ലിമോളായിരുന്നു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ കല്ലുവഴിക്ക് പോയി. കല്ലുവഴിയിൽ നിന്ന് നേരെ കടമ്പനാട് പോയി. കടമ്പനാട്ട് പോയിട്ട് നമ്മൾ അക്ഷയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആളുടെ വീട്ടിൽ പോകുമ്പം ഭയങ്കര രസമാട്ടോ. വയലും ഇതേപോലുള്ള കുറേ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കല്ലുവഴിയിലോട്ട് പോയി. അവിടെ 2 കേക്കും കൂടെ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. എല്ലാ കേക്കുകളും നമ്മൾ രാവിലെ തന്നെ ഡെലിവറി ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ജോലി രാവിലെ തന്നെ അങ്ങ് തീർന്നു. പിന്നീട് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.